ഹലോ, നല്ല നമസ്കാരം. കേൾക്കുമ്പോൾ വളരെ രസമുള്ള ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്ത ഒരു സിനിമയെക്കുറിച്ചാണ്. 'വൺ നൈറ്റ് ഒൺലി'. വിൽ ക്ലാർക്ക് സംവിധാനം ചെയ്ത ഈ ഒരു റൊമാന്റിക് കോമഡി ചിത്രത്തിൻ്റെ പ്രമേയം ആഹ്, രസമാണ്, ഗംഭീരമാണ്. ഒരു രാജ്യത്ത് അവിവാഹിതപൂർവ്വ ലൈംഗിക ബന്ധം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. എന്നാൽ വർഷത്തിൽ ഒരു ദിവസം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 7 വരെയുള്ള ആ ഒരു 12 മണിക്കൂർ മാത്രം അവിവാഹിതർക്ക് ഇതിനായി അനുവാദം നൽകുന്നു. ഒരു പ്രത്യേക രാത്രിയിൽ കണ്ടുമുട്ടുന്ന അലി, ഓവൻ എന്നീ 2 പേരുടെ കഥയാണിത്. കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തൻ ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും കഥ നല്ല രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ കഥാനായകൻ ഓവൻ കാമുകിയുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് അലിയാകട്ടെ യഥാർത്ഥ പ്രണയം തേടി നടക്കുന്ന ഒരു സമയം. ഈ ഒരു 12 മണിക്കൂർ ടൈം ലിമിറ്റിൽ ഇവർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ബഹളങ്ങളും ഒരു ഡേറ്റിംഗ് ലഹളയുമാണ് സിനിമയുടെ ആദ്യ പകുതി. സിനിമയിലെ ഒരു എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് തോന്നുന്ന ഒരു കാര്യം കല്ലണ്ടറിനെയും അതോടൊപ്പം തന്നെ ബാർബറയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ രണ്ടാം പകുതിയിൽ ഇരുവരും ഒരു പിസ്സ ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങോട്ട് അവരുടെ ആ ഒരു ലെവല് മറ്റൊരു വൈകാരികമായിട്ടുള്ള ഒരു കോമഡിയൊക്കെ ചേർത്തിട്ട് ഒരു നല്ല ഗംഭീരമായിട്ടാണ് അത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അവിടുന്ന് അങ്ങോട്ട് ആ സിനിമയുടെ വേറെ ഒരു ലെവലിലേക്കാണ് മാറുന്നത്. ഇവർ തമ്മിലുള്ള ആ ഒരു വൈകാരികമായ അടുപ്പവും കോമഡിയും വളരെ സ്വാഭാവികമായി തോന്നി. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ ഡേറ്റിംഗ് ആപ്പുകളുടെ മടുപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാജമായ പ്രണയങ്ങളെയൊക്കെ വളരെ രസകരമായി ആക്ഷേപിച്ച് നന്നായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. ലെവൻ ബാർട്ടണും അതോടൊപ്പം തന്നെ മോളി റിഗ്വാർഡും അവരുടെ സർപ്രൈസ് റോളുകളും വളരെ ഫണ്ണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലെ ചില പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ആദ്യ ഒരു 30-40 മിനിറ്റ് അത്രയങ്ങ് പോരാ എന്ന് തന്നെ പറയാം. ഇത്രയും വലിയൊരു പ്രമേയം ഉണ്ടായിട്ടും അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ഒരു സാധാരണ ക്ലബ്ബ് അന്തരീക്ഷം പോലെയാണ് തുടക്കത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വച്ചിരിക്കുന്നത്. ചില കോമഡികൾ അത്ര കൊണ്ട് വർക്കുമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ സിനിമ ശരിക്കും നമ്മളെ കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന, എല്ലാവരെയും ശാരീരിക ബന്ധത്തിനായി തിടുക്കം കൂട്ടുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു യഥാർത്ഥ ബന്ധം കെട്ടിപ്പടുക്കുവാൻ തീരുമാനിക്കുന്നതും വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ചെറിയ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ കണ്ടിരിക്കാവുന്ന നല്ലൊരു രസമുള്ള ഒരു കെമിസ്ട്രി ഉള്ള ഒരു ഒരു ഒന്നാന്തരം റൊമാൻറ്റിക് കോമഡി ചിത്രം തന്നെയാണ് 'വൺ നൈറ്റ് ഒൺലി' എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രണയ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു റൊമാൻറ്റിക് സിനിമ ആയിട്ട് ഇതിനെ പരിഗണിക്കാം. റൊമാൻറ്റിക് എന്നതിനപ്പുറത്ത് ഇതിൽ കുറേ സെക്സ് നോളേജ് കൂടി നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ അനുഭവമാണ് എനിക്ക് നൽകിയത്. പക്ഷേ എല്ലാവർക്കും അതേ അനുഭവം ആവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.